ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിൻസ് അബ്രഹാം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു കവചമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, നമ്മുടെ ഇസ്രായേൽ ഗവൺമെന്റ് കൊറോണ വൈറസിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ഗവൺമെന്റ് തൻ്റെ സോൾജേഴ്സിന് വേണ്ടിയിട്ട് ഒരു കവചം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കവചത്തിന്റെ പേരാണ് HaMagen. ഹീബ്രുവിൽ അതിന്റെ പേര് HaMagen, ഇംഗ്ലീഷിൽ ദ ഷീൽഡ്, മലയാളത്തിൽ കവചം. ഇത് വേറൊന്നുമല്ല, ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് മിനിസ്ട്രി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അപ്പൊ നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ കൂട്ടുകാരെ, ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഗവൺമെന്റിനെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത്. കൂടാതെ നമുക്കും അതൊരു കവചമായിട്ട്, ഒരു പ്രൊട്ടക്റ്റീവ് കേസായിട്ട് നമ്മളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അത് എങ്ങനെയാണ് ഞാൻ പറയാം. ഒന്നാമതായിട്ട്, ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ഞാനിപ്പം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ GPS ഹിസ്റ്ററിയാണ് അത് നോക്കുന്നത്. GPS-ന്റെ ഡേറ്റാബേസ് വെച്ചിട്ട് അതിന്റെ നമ്മൾ സഞ്ചരിച്ച അല്ലെങ്കിൽ നമ്മൾ പോയ സ്ഥലങ്ങളുടെ GPS ട്രാക്ക്, ഇപ്പം ഐസൊലേഷനിൽ കഴിയുന്ന കൊറോണ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആ കേസസിലെ ആൾക്കാർ ട്രാവൽ ചെയ്ത GPS ഹിസ്റ്ററിയുമായിട്ട് ഇത് ക്രോസ് മാച്ച് നടക്കും. ക്രോസ് മാച്ച് നടന്നിട്ട് നമ്മൾ 14 ദിവസം മുമ്പ് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഏതെങ്കിലും കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും കേസസ് ഐസൊലേഷനിലേക്കൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത് ക്രോസ് മാച്ച് നടത്തിയിട്ട്, ഇനി ക്രോസ് മാച്ചിൽ വെരിഫൈ ആയെങ്കിൽ, ക്രോസ് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് വരും. ലൊക്കേഷനും ഡേറ്റും ടൈമും ഒക്കെ നമുക്ക് ഇതിന്റെ മെസ്സേജ് വരും. കൂടാതെ നമ്മുടെ ഡീറ്റെയിൽ ഹെൽത്ത് മിനിസ്ട്രിയിലേക്ക് പോവുകയും ചെയ്യും. നമുക്ക് അവിടുന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അവിടുന്ന് ഗൈഡൻസ് വരികയും ചെയ്യും. എവിടെ നമ്മൾ ഐസൊലേഷൻ ചെയ്യണം, എങ്ങനെ ഐസൊലേഷൻ ചെയ്യണം, കൂടാതെ നമ്മൾ റിപ്പോർട്ടും കൊടുക്കേണ്ടി വരും. ഇത് ക്രോസ് മാച്ച് ചെയ്യപ്പെട്ടു എങ്കിൽ, ഇനി ക്രോസ് മാച്ച് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പം ഇത് ഡേറ്റാബേസ് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഒന്നും സംഭവിച്ചില്ല, മാച്ചിങ്ങിൽ റിസൾട്ട് നോ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പൊ നിങ്ങളുടെ ഏരിയയിൽ ഇല്ലെങ്കിൽ ഈ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കേസസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന ഒരു മെസ്സേജാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നത്. കൂടാതെ ആ ആപ്ലിക്കേഷൻ പറയും, തൽക്കാലം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓഫ് ആക്കും, ക്ലോസ് ചെയ്തോന്നും പറയും, നെക്സ്റ്റ് ഇൻഫർമേഷൻ തരുമെന്നും പറയും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി ഇനി മുമ്പോട്ട് നമുക്ക് എങ്ങോട്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എമർജൻസി കേസസിൽ നമ്മളിവിടെ എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു എമർജൻസി കേസസിൽ പുറത്തു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിൽ എന്തെങ്കിലും കൊറോണ കേസസ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് വാർണിംഗ് തരും. ഓക്കെ, അത്. മൂന്നാമതായിട്ട്, ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമ്മൾ പുറത്തു പോയി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്, അവിടെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു തിരിച്ചു വന്നു. അവിടെ ആർക്കെങ്കിലും കൊറോണ ഉണ്ടോ നമുക്കറിയില്ല. ആ കൊറോണ ഉള്ള വ്യക്തിക്ക് പോലും അറിയില്ല. കാരണം ഇത് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുമ്പാണ് ഈ വൈറസ് ഇങ്ങനെ പടർന്നു പിടിക്കുന്നത്. സോ നമ്മളിപ്പോൾ അവിടുന്ന് സാധനം വാങ്ങി തിരിച്ചു വന്നു. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നോട്ടീസ് വന്നേക്കാം, ഈ ആപ്ലിക്കേഷൻ വഴി നമ്മളെ ഇൻഫോം ചെയ്തേക്കാം, നിങ്ങൾ ഇന്ന ലൊക്കേഷനിൽ ഇന്ന സമയത്ത് ഇന്ന തീയതിയിൽ നിങ്ങൾ സഞ്ചരിച്ചിരുന്നു, അവിടെ ഒരു കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഏതോ വ്യക്തി ഒരു 14 ദിവസം കഴിഞ്ഞപ്പോൾ 14 ദിവസം മുമ്പ് ആ പുള്ളിക്ക് കൊറോണ വന്നു കാണാം. അപ്പം ആ കേസ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ നമുക്കത് ഇൻഫോർമേഷൻ വരും. ഇങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും അത്. അപ്പൊ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി തീർത്തും ഒരു വൈറസിനെ തുടച്ചു നീക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഹെൽപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഡേറ്റകളെല്ലാം
ഇസ്രായേലിന്റെ ഹെൽത്ത് മിനിസ്ട്രിയുടെ എപ്പിഡമിക് ഡേറ്റാബേസിൽ സെക്യൂർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവർ പറയുന്ന പ്രകാരം ഈ ഡേറ്റ തേർഡ് പാർട്ടിക്ക് കൊടുക്കില്ല, നമ്മുടെ GPS ട്രാക്ക് ഹിസ്റ്ററി ഒന്നും തേർഡ് പാർട്ടിയിലേക്ക് കൈമാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത് വളരെ സെക്യൂർഡ് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഓക്കെ, എനിവേ ഇതൊരു നല്ലൊരു എന്നാ പറഞ്ഞ ഈ വൈറസിനെതിരെ ഒരു നമുക്ക് പോരാടാനായിട്ടുള്ള ഒരു കവചം തന്നെയാണ്. സോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ റീജിയനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഓരോരുത്തരുടെ ജിമെയിൽ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, വർഷങ്ങൾക്ക് മുമ്പ് ക്രിയേറ്റ് ചെയ്തതൊക്കെ ആയിരിക്കാം. അതിനകത്ത് റീജിയൻ ഇന്ത്യ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ആ ജിമെയിൽ അക്കൗണ്ടിനകത്ത്. അപ്പം അത് സംഭവിക്കുന്നത് ഞാൻ ഇവിടെ ഒരു സ്ക്രീനിൽ കാണിക്കാം. കണ്ടോ, എൻ്റെ ജിമെയിൽ പ്ലേ സ്റ്റോറിന്റെ ജിമെയിൽ അക്കൗണ്ടിന്റെ റീജിയൻ ഇന്ത്യ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തത്. സോ ഞാൻ എൻ്റെ ഇത് ഒഫീഷ്യൽ ഇമെയിൽ അക്കൗണ്ട് ആയതുകൊണ്ട് അതിനകത്തുനിന്ന് ചേഞ്ചസ് വരുത്താൻ പോയില്ല. ഞാനൊരു വേറൊരു ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് അനോണിമസ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തു, റീജിയൻ ഒന്നും കൊടുക്കാതെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്ലേ സ്റ്റോറിൽ അത് ആഡ് ചെയ്തു. ഇപ്പൊ കണ്ടത് എനിക്ക് ഇൻസ്റ്റാൾ ഞാൻ ഓൾറെഡി ചെയ്തു, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. ഇത്രയാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊസീജിയർ. സിമ്പിൾ ആണ്, നമ്മളെല്ലാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇച്ചിരി സമയം എടുക്കും. സമയം എടുത്തു കഴിഞ്ഞിട്ട് അത് നമ്മൾ എനിക്കിങ്ങനെ കാണിച്ചു, ഈ ഏരിയയിൽ ഇന്ന തീയതി ഇന്ന സമയത്ത് ഈ ഏരിയയിൽ ഒരു ഈ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കേസസും ഇല്ല, ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു, ഫർദർ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ നോട്ടിഫിക്കേഷൻ തരുമെന്ന് പറഞ്ഞു. ഇത്രയാണ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വേറൊരു ആപ്ലിക്കേഷനും കൂടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഉണ്ട്, കൊറോണ ആപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് കുറെ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ ഇൻഫർമേഷൻ ഒക്കെ കിട്ടും, ഡിബേറ്റ്സ് ഒക്കെ ഉണ്ട്. അത് വെറും ഹീബ്രുവിലാണ്. പക്ഷെ അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് തന്നെ നോക്കിയിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ. ഇതാണ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും എന്നൊക്കെ നിങ്ങൾക്ക് വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷന്റെ റിവ്യൂ വേണമെന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ റിവ്യൂ ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ അത് ഹീബ്രു ആയതുകൊണ്ട് അത് റിവ്യൂ ചെയ്യാതെ വിട്ടിരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ വളരെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. കൂടാതെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് ചൈനയിൽ ഉപയോഗിച്ചത്. അവരും ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചൈനയിൽ ഇത് സമ്പൂർണമായിട്ട് അവർക്കത് കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിച്ചത്. അവിടെയും ആപ്ലിക്കേഷനെ കുറിച്ചുള്ള റിവ്യൂസ് ഒക്കെ യൂട്യൂബിൽ അതിനെക്കുറിച്ചുള്ള ന്യൂസൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ അത് നോക്കിയായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ കൊറോണ പേഷ്യൻസ് ഒക്കെ അടുത്ത് വരുമ്പോൾ തന്നെ അത് വാർണിംഗ് തരുകയും ട്രാക്ക് ചെയ്യുകയും അങ്ങനെ ട്രാക്ക് ചെയ്തിട്ടാണ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഒരുവിധം കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. സോ അതുകൊണ്ട് നമുക്കും നമ്മൾ ജോലി ചെയ്യുന്ന ഈ ദേശത്തിലെ ഈ ഗവൺമെന്റിനെ നമുക്കും സഹായിക്കാം. സോ നമുക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമുക്കും സ്വയം പ്രൊട്ടക്റ്റഡ് ആവാം, ഒരു കവചം ധരിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.